അപ്പോൾ ദേ ഞങ്ങൾ മുകളിൽ നാച്ചുറൽ കാസ കണ്ടിട്ട് വരാം കേട്ടോ. മുകളിലൊരു റിസോർട്ടുണ്ട്, അപ്പോൾ അത് കണ്ട് തിരിച്ചു വരാം. ഇങ്ങോട്ടിടരുത്. 10 ചൂട് നടന്നപ്പോഴത്തേക്ക് മടുത്തിട്ടാ. അന്നേരം ഇരിക്കണേ. ഇനി ഒരാളുകൂടി വരാനുണ്ട്. അപ്പോ ഇതിന്റെ മുകളില് വണ്ടി കയറും കേട്ടോ. വണ്ടിക്ക് അവര് റിസോർട്ടിൽ കൊണ്ടാക്കും. അപ്പൊ ഇന്നിപ്പോ വണ്ടിയില്ല. വണ്ടി വേറെ ഏതോ വണ്ടി കംപ്ലൈന്റ് ആയിട്ട് ഓടാൻ പോയേക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പതിയെ നടന്നു കയറാൻ പോവാണേ. ഇനിയിപ്പോ മുകളിലോട്ട് നിരപ്പാ എന്ന് തോന്നുന്നു. ചെറിയ കുന്നാണ്. അടുത്ത ആള് വരുന്നുണ്ട്. വലിയ കാറ്റം ഉണ്ടാവില്ലോ. വലിയ കാറ്റമില്ലേ? വലിയ തൊപ്പി വെച്ചോ മഞ്ഞ് കാണാൻ. മരത്തി നിറച്ച് പൂ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുണ്ട് പൂ കാണാനല്ലേ. മഞ്ഞ് കണ്ടോ, നല്ല മഞ്ഞ് മലകൾ, സൂപ്പർ മഞ്ഞ. അവരവിടെ എത്തി, നാം പോട്ടെ. കണ്ടോ, തൊട്ടാവാടിയാണേ. തൊട്ടാവാടി നിന്നെ എനിക്ക് ഇഷ്ടമാണെന്നോ. ഇങ്ങോട്ട് മണ്ണിന്റെ വഴിയാ. അവിടെ വരെ കോൺക്രീറ്റ് ഇട്ടിട്ടുള്ളൂ. ഇവിടെ നിറച്ച് തൊട്ടാവാടിയാണ് കേട്ടോ. ഇനിയും കയറ്റമുണ്ടല്ലോ. ഇനി മുകളിലോട്ടൊരു വലിയ കയറ്റമുണ്ട്. ഇത് ബെറ്റാഡിൻ അല്ലടി, മറ്റേ കമ്മ്യൂണിസ്റ്റ് വെച്ചാ ബെറ്റാഡിൻ. ഇത് പണ്ട് എണ്ണയിൽ കരിച്ചിട്ട് മുറിവിൽ തേക്കും. കയ്യാലയിൽ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വീടിന്റെ പുറകിലത്തെ അല്ലേ. അവര് കേറി മോളിപ്പോയി. ചിലപ്പോ ഇടും. ഇതാണ് ഇടുക്കി കാപ്പി. ഇത് നാടൻ കാപ്പിയാണ് കേട്ടോ. അപ്പൊ ദേ അവരവിടെ എത്തി. നമ്മൾ എത്താൻ പോണേ ഉള്ളൂ. ഇത് അത്രയും കൂടെ കയറി പോണം കേട്ടോ. മൾബറിക്ക ഉണ്ടോ നോക്കുക. മൾബറിക്ക ഇല്ല. പച്ച ഒരെണ്ണമുണ്ടേ. നല്ല പുളിയായിരിക്കുവേ. ഇത് വല്ലപ്പോഴും കാണാൻ കിട്ടുന്ന സംഗതിയാണ്. ഇടുക്കിയിൽ വരുമ്പോൾ മാത്രം കിട്ടുന്ന സംഗതി. ഇതാണ് നാച്ചുറൽ ലാ കാസ. അപ്പൊ ഇതാണ് നാച്ചുറൽ ലാ കാസ. നാച്ചുറൽ ലാ കാസ. ഇവിടെ ഇടുക്കി ഡാമിന്റെ മാതൃകയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. കാണിച്ചു തരാം. കയറി വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ. അതുണ്ടോ, റിസോർട്ടാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ വന്ന് താമസിക്കാറുണ്ട്. ഇന്നിപ്പോ മൺഡേ ആയതുകൊണ്ട് താമസക്കാരില്ലാത്തതാണ്. അപ്പൊ സൺഡേയും ഹോളിഡേയ്സിലൊക്കെ ആൾക്കാർ വന്ന് താമസിക്കും. അപ്പൊ ഇതാണ് ഇടുക്കി ഡാമിന്റെ മാതൃക ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ചെറിയൊരു ജസ്റ്റ് നമുക്കത് എങ്ങനെയാണെന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് കുറവൻമല, കൊർത്തിമല, അതിൻ്റെ ഇടയ്ക്ക് ഡാം. ഇതാ ഇവിടെ ചെറിയൊരു ഡാമിലെ വാട്ടർ. കൊക്ക് എത്ര കുളം കണ്ടിരിക്കുന്നത്. അതെ മുല്ലയാണ് കേട്ടോ. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് അയ്യോ നല്ല ഭംഗിയാണ് കേട്ടോ. ഈ ചേട്ടനാണ് ഇവിടെ നോക്കുന്നത്. ഓടെ ഊഞ്ഞാലാടി തുടങ്ങിയോടി. നാച്ചുറൽ കാസയുടെ സൈഡാണ് കേട്ടോ. ഇവിടെ ഒരു ഊഞ്ഞാലൊക്കെ ഉണ്ട്.
ക്യാമ്പ് ഫയറിനുള്ള സൗകര്യങ്ങളുണ്ട്. ഇതാ ഇവിടെ DJ സ്റ്റേജ് ഉണ്ട്. DJ പാട്ടും ഡാൻസൊക്കെ ആയിട്ട് നൈറ്റ് ആസ്വദിക്കാനുള്ള സംഗതികളുണ്ട്. അതിൻ്റെ മുകളിൽ സ്വിമ്മിംഗ് പൂൾ ഉണ്ട് കേട്ടോ. അവിടെ കുളി തുടങ്ങി 2 പേര്. ഇതാ നിങ്ങൾ മുള്ളാത്ത കണ്ടിട്ടുണ്ടോ? ഇതാണ് മുള്ളാത്ത എന്ന് പറയുന്ന മരം കേട്ടോ. അത് ക്യാൻസറിനും മരുന്നെന്നൊക്കെ പറയുന്നില്ലേ. 5-8 ആത്തക്കായ ഉണ്ടായി കിടപ്പുണ്ട് കേട്ടോ. ഹട്ട് നാച്ചുറൽ നെസ്റ്റ് എന്നും പറഞ്ഞിട്ട് നാച്ചുറൽ കാസയിലെ ഹട്ടാണ്. നാച്ചുറൽ നെസ്റ്റ് 1, ഇതാ ഇവിടെ 2, 3 ഇത്രയുണ്ട് കേട്ടോ. ഇതില് അകത്തേക്ക് കയറി ഇത് തുറന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ബെഡും തലേണയും മുകളിൽ ഫാനൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട്. കിടക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. അപ്പം അകത്തുനിന്ന് കാണുന്ന കാഴ്ച ഇതാണ് കേട്ടോ. നാച്ചുറൽ ലാ കാസ. പടികളുണ്ട്. ഫ്രൂട്ട് ഇങ്ങനെ ഊഞ്ഞാലറിയിട്ട് ഒത്തിരി കാലമായിടി. പണ്ടേ സ്കൂളിൽ പഠിക്കുമ്പോ അയ്യോ ചെരുപ്പ് പോയി. കശുമാവില് വലിയ കശുമാവില് കെട്ടിയിട്ട് ഞങ്ങൾ 5-10 പിള്ളേര് കൂടി ആടിക്കൊണ്ടിരുന്നതാ. എന്തോരു മൂവായിരുന്നറിയാവോ? അങ്ങനെയുണ്ട്. കൊളവായി അടിപൊളി നല്ലതാണ്. ഇപ്പൊ നമ്മള് നാച്ചുറൽ കാസ റിസോർട്ടിലൊക്കെ കഴിഞ്ഞ് തിരിച്ചിറങ്ങി പോണേന്ന് കേട്ടോ. എല്ലായിടത്തും യൂട്യൂബേഴ്സ് അല്ലേ? അത് ഇത് മുള്ള